റമദാൻ അവസാന വെള്ളിയാഴ്ച നടന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ മക്കയിലേക്കും മദീനയിലേക്കും ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ. റമദാനിലെ അവസാന ദിനങ്ങൾ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഇമാമുമാർ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ച മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ എത്തിയത് ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. റമദാൻ അവസാന പത്തിന്റെയും വെള്ളിയാഴ്ചയുടെയും പുണ്യം നുകരാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകരും വിദേശ തീർത്ഥാടകരും എത്തിയിരുന്നു. മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞെങ്കിലും ആഭ്യന്തര തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു. മക്കയിലെ ഹറം പള്ളിയിൽ ഷെയ്ഖ് ഫൈസൽ ബിൻ ജമീൽ ഗസാവിയും മദീനയിലെ ഹറം പള്ളിയിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ ഹുദൈഫിയും ജുമാ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. പുണ്യമാസത്തിന്റെ ശേഷിക്കുന്ന ദിനങ്ങൾ പരമാവധി ആരാധനകൾക്കായി വിനിയോഗിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. റമദാനിലെ ശേഷിക്കുന്ന ദിനങ്ങൾ പുണ്യപ്രവർത്തികൾ വർദ്ധിപ്പിക്കാനുള്ള വിശാലമായ മൈതാനമാണ്. ഇവിടെ വിശ്വാസികൾ പരസ്പരം മത്സരിച്ച് നന്മകൾ ചെയ്യണം. പ്രായശ്ചിത്തത്തിനും പാപമോചനത്തിനും ലഭിക്കുന്ന ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തുന്നത് ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടമാണെന്നും ഷെയ്ഖ് ഫൈസൽ ബിൻ ജമീൽ ഗസാവി പറഞ്ഞു. സമാധാനവും കരുണയും നിറഞ്ഞ ഒരു ജീവിതത്തിനായി ദൈവഭക്തി കൈവിടാതെ മുന്നോട്ടു പോകണമെന്നും ഷെയ്ഖ് ഗസാവി തന്റെ പ്രസംഗത്തിൽ ഉണർത്തി. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.